മൂന്ന് മുന്നണികളും പാലക്കാടാണെങ്കിലും ശരി, ഇവിടെ ചേലക്കരയാണെങ്കിലും ശരി, വയനാടാണെങ്കിലും ശരി, നിലവിലുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചു വിട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മൂന്നിടത്തും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ അർത്ഥത്തിൽ വോട്ടർമാരിൽ കാര്യമായ ഒരു രാഷ്ട്രീയ നിസ്സംഗത ബാധിച്ചിട്ടുണ്ട്. ഒരു വോട്ടിംഗ് നിസ്സംഗത വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ ആർക്ക് വോട്ട് ചെയ്താലും ഒരു പ്രയോജനവുമില്ല എന്നൊരു നിസ്സംഗതയിൽ നിന്നാണോ ഈ നിർവികാരമായ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരിക്കുന്നത്? നിതിൻ കിണശ്ശേരി. ഉണ്ടാകുന്നത് നാടിനും ജനങ്ങൾക്കും ഒന്നും ഇഷ്ടമുള്ള ഒരു കാര്യമൊന്നും ആണ് എന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായും ജനങ്ങൾക്കുമൊക്കെ ഈ തുടർച്ചയായി ഇങ്ങനെ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നതിൻ്റെ പ്രയാസങ്ങളൊക്കെ ജനങ്ങൾക്കും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ നേരത്തെ റിജുൽ പറഞ്ഞു, ഇവിടെ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ തന്നെ ഈ ചോദ്യം ഉയർന്നിരുന്നതാണ്. വയനാട് അദ്ദേഹം 2 മണ്ഡലങ്ങളിലായി മത്സരിച്ച ഘട്ടത്തിൽ ഏത് മണ്ഡലമായിരിക്കും അദ്ദേഹം ഒഴിവാക്കുക എന്ന്. അന്ന് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചതുപോലെയല്ല ജയിച്ചു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ പ്രിയങ്ക മത്സരിക്കേണ്ടിയിരുന്നത്. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ വളരെ നന്നായി കോൺഗ്രസ്സിനൊരു തിരിച്ചുവരവ് നടത്താനൊക്കെയാണ് കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധിയെപ്പോലൊരാൾ മത്സരിക്കേണ്ടിയിരുന്നത് വയനാട് സീറ്റിലായിരുന്നില്ല. അവർ മത്സരിക്കേണ്ടിയിരുന്നത് ഉത്തരേന്ത്യയിലെ സീറ്റിലായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത്. കോൺഗ്രസ് എന്തായാലും അതിന് തയ്യാറായില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇതെല്ലാം ജനങ്ങൾ കാണുമല്ലോ. സ്വാഭാവികമായും വയനാട് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എതിരാളികൾ പോലും, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട് വന്ന ഘട്ടത്തിൽ വലിയ പ്രചരണമായി വന്നത് കേരളത്തിലാകെ, ബാക്കി വയനാട് മാത്രമല്ല ബാക്കിയുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലുമൊക്കെ ഇതൊരു തരംഗമായി വരും എന്നൊക്കെയാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കാൻ നോക്കിയത്. പക്ഷേ അതൊന്നും വയനാട്ടിലെ ജനങ്ങൾക്കിടയിൽ പോലും അത് അങ്ങനെ സ്വീകാര്യതയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് വല്ലാതെ കുറഞ്ഞതിൻ്റെ ഒരു കാരണമായി ഞാനുമൊക്കെ, അല്ലെങ്കിൽ അതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ ചേലക്കരയിലും അതുപോലെ തന്നെ പാലക്കാടും ഉപതെരഞ്ഞെടുപ്പിനുണ്ടായ ഒരു സാഹചര്യം, നേരത്തെ ഇവിടെ ഉല്ലാസ് ബാബു പറഞ്ഞ കാര്യത്തിൽ ഒരു വിമർശനം അല്ലെങ്കിൽ അദ്ദേഹത്തോടൊരു വിയോജിപ്പുള്ളത്, ഇവിടെ നോക്കൂ, ഞങ്ങൾ ആലത്തൂർ മണ്ഡലത്തിൽ രാധാകൃഷ്ണനെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കുന്നത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ ആ സീറ്റ് പിടിച്ചെടുക്കുന്നതിന്, ആലത്തൂർ സീറ്റ് പിടിച്ചെടുക്കുന്നതിന് ഞങ്ങൾക്ക് ലഭ്യമായ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണം എന്നതുകൊണ്ടും എന്ന നിലയിലാണ് ഞങ്ങൾ കെ രാധാകൃഷ്ണനെ അവിടെ മത്സരിപ്പിക്കുന്നത്. ഞങ്ങൾ വടകരയിലും ശൈലജ ടീച്ചർ മത്സരിപ്പിച്ചത് അങ്ങനെ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സീറ്റ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ രൂപപ്പെട്ട ഒരു സാഹചര്യം, കോൺഗ്രസ് ജയിച്ചു നിൽക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിനേക്കകത്താണ് അവിടെയുള്ള സിറ്റിംഗ് എം പിയെ മാറ്റി പാലക്കാട്ട് നിന്ന് വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ, താരതമ്യേന ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച MLAയെ കൊണ്ടുപോയി മത്സരിപ്പിക്കുകയും പാലക്കാട് ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ നിർബന്ധിതമായ സാഹചര്യം ഉണ്ടാക്കുകയുമൊക്കെ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ഈ രാഷ്ട്രീയ സാഹചര്യവുമൊക്കെ ജനം വിലയിരുത്തും എന്ന് തന്നെയാണ് ഈ നിസ്സംഗത പാലക്കാട്ടും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? ഇതിന് മുന്നറിയിപ്പാണോ നിതിൻ? ഇല്ല, അങ്ങനെ ഒരു നിസ്സംഗത വോട്ടർമാർക്കിടയിൽ സ്വാഭാവികമായും ഒരു വിഭാഗം ആളുകൾക്കിടയിൽ അതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തുടർ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നതിലുള്ള ഒരു പക്ഷേ പ്രതിഷേധങ്ങളുമൊക്കെ ഉണ്ടാകും. പക്ഷേ ആ പ്രതിഷേധം ഞാൻ പറഞ്ഞില്ല. ഇവിടെ ഏത് സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ കെ രാധാകൃഷ്ണൻ മത്സരിപ്പിക്കുന്നത് ശൈലജ ടീച്ചറൊക്കെ MLAമാരായിരുന്ന ആളുകളെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളാക്കേണ്ടി വന്നത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാണ് ചേലക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കളമുണ്ടാകുന്നത്. എന്നാൽ ഇവിടെ നോക്കൂ, ഒരു സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസിൻ്റെ കെ മുരളീധരനെ പോലെ വളരെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ജയിച്ചു നിന്നിരുന്നൊരു സ്ഥലത്തേക്കാണ് പാലക്കാട്ട് MLAയെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത്. ആ കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് 86,000 വോട്ട് BJPക്ക് പോയപ്പോഴാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു BJPക്ക് ലോക്സഭാ അംഗം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇതിനെല്ലാം കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായും പാലക്കാട്ടെ ജനം മതനിരപേക്ഷമായി ചിന്തിക്കുന്ന വോട്ടർമാരാണ് പാലക്കാടുള്ളത്. കേരളത്തിൽ പൊതുവിലുള്ളത്, പാലക്കാടും അങ്ങനെ തന്നെയാണുള്ളത്. Debate with Dr. Arun Kumar.